ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ വളരെ ശാന്തവും അച്ചടക്കവുമായി പ്രവർത്തിക്കുന്ന ഒരു പണ്ഡിത മത സംഘടനയാണ്. അതിൻ്റെ വിവിധ പോഷക പ്രസ്ഥാനങ്ങളായി മഹല്ലുകളെ ഏകീകരിക്കുന്ന ജമാഅത്ത് ഫെഡറേഷൻ, അധ്യാപക പ്രസ്ഥാനമായ ദക്ഷിണയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ലജ്നത്തുൽ മുഅല്ലിമീൻ, യുവജന പ്രസ്ഥാനം കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ, വിദ്യാർത്ഥി പ്രസ്ഥാനം, വിദേശ നാടുകളിലുള്ള മലയാളികളെ സംഘടിപ്പിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന DKICC ഉൾപ്പെടെയുള്ള ഈ പ്രസ്ഥാനങ്ങൾ മുഴുവനും എന്തിന് നിലനിൽക്കുന്നു, എന്തിന് പ്രവർത്തിക്കുന്നു എന്നൊറ്റവാക്കിൽ പറഞ്ഞാൽ സമുദായത്തിലും രാജ്യത്തും ജനങ്ങൾക്കിടയിലും ഒരുമയുണ്ടാക്കുക എന്നതാണ് ഈ പ്രവർത്തനത്തിൻ്റെ വളരെ ചടുലമായ പ്രധാനപ്പെട്ട ശൈലി എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ മഹല്ലുകളിൽ ദക്ഷിണയുടെ ഉലമാക്കൾ, ദക്ഷിണയുടെ ഉമറാക്കൾ മഹല്ലുകളിൽ അന്തഛിദ്രത ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും സജീവമായി ശ്രദ്ധിക്കുന്നവരാണ്. ദക്ഷിണയുടെ പണ്ഡിതന്മാർ സമുദായത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നവരല്ല. സമുദായത്തെ വിവാദരഹിതമായി ശാന്തമായും ഐക്യത്തോടെയും നയിക്കാൻ വേണ്ടിയാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എക്കാലവും നിലകൊള്ളുന്നത്. ഒരുമയുള്ള ഉമ്മത്ത് എന്ന് പറയുമ്പോൾ മുസ്ലിം സംഘടനകളുടെയും മുസ്ലിം സമുദായത്തിൻ്റെ അകത്തുള്ള പ്രസ്ഥാനങ്ങളുടെയും ഇടയിൽ അനൈക്യം വളർത്താതെ പരമാവധി ചേർന്ന് നിന്ന് മുന്നോട്ടു പോകണം എന്ന് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയുമോ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ 70-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടന്ന വളരെ ഉജ്ജ്വലമായ ഒരു സമ്മേളനത്തെ ഞാൻ അനുസ്മരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിലെ മുഴുവൻ സംഘടനകളെയും, രാജ്യത്തെ ജാതി മതവിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ മതസംഘടനകളെയും അവരുടെ നേതാക്കളെയും വിളിച്ചു ചേർത്തിരുത്തി. ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ, അതേപോലെ തന്നെ വിവിധ ജാതി മതവിഭാഗത്തിലെ പണ്ഡിതന്മാർ എല്ലാവരെയും വിളിച്ചിരുത്തി മതേതര കേരളത്തിന്റെ മതേതര മനോഭാവം സംരക്ഷിച്ചു മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ജാതി മതവിഭാഗികതകളും അനൈക്യങ്ങളും രാജ്യത്ത് വളർത്താതിരിക്കാൻ നാം ബദ്ധശ്രദ്ധരാകണമെന്നും വളരെ ഉച്ചൈസ്തരം ആഹ്വാനം ചെയ്യുകയും അതിനുവേണ്ടി നിരന്തരം നിതാന്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ. സമുദായത്തിന്റെ അകത്ത് ഐക്യത്തിന്റെയും സമുദായത്തിന്റെ പുറത്ത് ജാതി മതവിഭാഗങ്ങൾക്കിടയിലും ഐക്യ ശബ്ദം, ശാന്തതയുടെ ശബ്ദം, സ്നേഹത്തിന്റെ ഭാഷ, സാഹോദര്യത്തിന്റെ ശൈലിയാണ് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വർഗീയത നട്ടു വളർത്തി, വർഗീയതയ്ക്ക് പാലും തേനും കൊടുത്ത്, വർഗീയതയെ രാവും പകലും താലോലിച്ച്, രഹസ്യമായും പരസ്യമായും വർഗീയ ശക്തികളെ വളർത്തിക്കൊണ്ടുവന്ന് അതിന്റെ മറവിൽ അന്തഛിദ്രതകൾ ഉണ്ടാക്കി, പരസ്പരം പഴികൾ പറഞ്ഞ് രാഷ്ട്രീയമായും സാമുദായികമായും നേട്ടമുണ്ടാക്കാനുള്ള വളരെ ജുഗൂപ്സാവഹമായ, അപലപനീയമായ, അധിക്ഷേപാർഹമായ ശൈലി രാജ്യത്ത് പലരും പയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ, രാജ്യത്തെ മതേതരമായി ചിന്തിക്കുന്ന ജനങ്ങൾ, രാജ്യത്ത് സൗഹാർദ്ദം പൂത്തുലയണമെന്ന് ആഗ്രഹിക്കുന്ന നാനാജാതി മതസ്ഥരും സ്നേഹത്തോടെ ചേർന്ന് നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തെ നമുക്ക് നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കണം. ഒരു ഭാഗത്ത് ഇവിടെ ദളിതർക്കെതിരെയുള്ള അക്രമങ്ങൾ വളർന്നു വരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കഴിഞ്ഞ ക്രിസ്തുമസിന് വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഉണ്ടായ, ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്ന ഈ സ്ഥാപനങ്ങളെ കുറിച്ച് ഒന്ന് കണ്ണോടിച്ചു നോക്കിയത്. എനിക്ക് ഏലപ്പാറ എന്ന് പറയുമ്പോൾ കേട്ട് അല്ലാതെ വല്ലാതെ ഇവിടെ യാത്ര ചെയ്ത് പരിചയമില്ല. ഇവിടെ എല്ലാ മതങ്ങളുടെയും ആരാധനാ കേന്ദ്രം ഈ പട്ടണത്തിന്റെ പാർശ്വങ്ങളിൽ നിന്ന് ബാങ്കും ചർച്ചിലെ പള്ളിമേടയിലെ മണിയും അതേപോലെ തന്നെ ക്ഷേത്രത്തിലെ ശംഖുനാഥവും ഒക്കെ കേട്ടും ശീലിച്ചും ഇതിലൊന്നും അസ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന നല്ലവരായ ജനങ്ങളെ, ഈ നാടിന്റെ ഈ മനോഹാരിത ഇന്ത്യയുടെ മഹത്തായ സംസ്കാരമാണ്. ഇന്നലകളിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ആസാദും അതേപോലെ തന്നെ രാജ്യത്ത് മഹാത്മാഗാന്ധിയും ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ ചേർന്ന് നിന്ന് വർഗീയതയെ തോൽപ്പിച്ച്
വർഗീയതയെ വളർത്തി രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ സ്നേഹത്തിന്റെ സുവിശേഷം ഓതി ചേർത്ത് നിർത്തിയ ആ മഹിതമായ സംസ്കാരമാണ് 2026 ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ പറയുന്നത് നാം ഏറ്റെടുക്കേണ്ടത്, നാം വിജയിപ്പിക്കേണ്ടത്. കാരണം ഈ വർഗീയതയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോയി ഇതിനെ ശിഥിലപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു. അതിന് നമ്മൾ കൂട്ടുനിന്ന് കൊടുക്കരുത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രഭാഷണങ്ങളിൽ, നമ്മുടെ ശൈലികളിൽ, നമ്മുടെ നോട്ടങ്ങളിൽ, നമ്മുടെ ഭാഷകളിൽ, നമ്മുടെ സമീപനങ്ങളിൽ വർഗീയമായിട്ടുള്ള ഒരു ചെറിയ നീക്കുപോക്കുകളെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശൈലിയും ഉണ്ടാകാൻ പാടില്ല എന്ന സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, ഐക്യത്തിന്റെ ഭാഷയാണ് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഹൈറേഞ്ചിന്റെ മലമടക്കുകളിൽ എത്രയോ നിസ്കാരപ്പള്ളികൾ, എത്രയോ മദ്രസകൾ, ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന ഉസ്താദുമാര് ഏതെങ്കിലും ഒരു അസ്വാരസ്യത്തിന് എപ്പോഴെങ്കിലും ഈ നാട്ടിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ടാകുമോ? ഉണ്ടാവുകയില്ല. കാരണം ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിക്കുന്ന മഹത്തായ മൂല്യം അതാണ്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന 19-ാം തീയതി രാജ്യത്ത് ഭരണഘടന നശിപ്പിക്കുന്നതിനെതിരെയുള്ള, രാജ്യത്ത് മതസൗഹാർദ്ദം തകർക്കുന്നതിനെതിരായിട്ടുള്ള, രാജ്യത്ത് പൗരത്വത്തെ നിഷേധിക്കുവാൻ വേണ്ടി നടക്കുന്ന വളരെ ആസൂത്രിതമായ നീക്കങ്ങൾക്കെതിരെ അവകാശ സംരക്ഷണ റാലി നടക്കുമ്പോ ആ അവകാശം മുസൽമാന്റെ മാത്രം അവകാശമല്ല, ആ അവകാശം ക്രിസ്ത്യാനിയുടെ മാത്രം അവകാശമില്ല, ആ അവകാശം ഇവിടുത്തെ ഹൈന്ദവ സമുദായത്തിന് മാത്രം അവകാശമല്ല, ഇന്ത്യൻ ജനതയുടെ, ഇന്ത്യക്കാരായ നാനാജാതി മതസ്ഥരായ, മതമുള്ളവരുടെ, മതമില്ലാത്തവരുടെ ജന്മസാഫല്യമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മഹത്തായ പരിശ്രമമാണ്. അതുകൊണ്ട് മുഴുവൻ ആളുകളും അവിടെ പങ്കെടുക്കണം. 19-ാം തീയതി കൊല്ലത്ത് വരണം, റാലി വിജയിപ്പിക്കണം. അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ നമ്മുടെ സമീപനത്തിന് സാധിക്കണം. അതുകൊണ്ട് ഒരുമയോടെ നമുക്ക് ജീവിക്കാം, ഒരുമയോടെ നമുക്ക് പ്രവർത്തിക്കാം, ഒരുമയോടെ നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളെല്ലാവരും കൂടുതൽ കൂടുതൽ ശക്തമായി ദക്ഷിണയുടെ നയങ്ങളെയും നിലപാടുകളെയും പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കണമെന്നും സഹായിക്കണമെന്നും കൂടുതൽ ചേർന്ന് നിൽക്കണമെന്നും ഇവിടത്തെ മഹല്ല് ജമാഅത്തുകൾ അഖിലവും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശാന്ത സുന്ദര സ്വസ്ഥമായ ഈ മതപ്രബോധന പ്രവർത്തനത്തോടൊപ്പം അണിനിരക്കണമെന്നും സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്. ഒപ്പം സലാം ഹാജി ഉൾപ്പെടെയുള്ള, ജാഫർ സാഹിബ് ഉൾപ്പെടെയുള്ള, ബഹുമാനായ യൂസുഫ് മൗലവി, മുഹീദ്ദീൻ മൗലവി ഉൾപ്പെടെയുള്ള ഹൈറേഞ്ചിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജംഇയ്യത്തുൽ ഉലമയുടെ, ജമാഅത്ത് ഫെഡറേഷന്റെ, ലജ്നത്തുൽ മുഅല്ലിമീന്റെ, KMYF-ന്റെ പ്രവർത്തകരെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. കാരണം എല്ലാ ദിവസവും ഈ പരിസരങ്ങളിൽ നിന്ന് ഒരു മെസ്സേജ് വരാത്ത ഒരു ദിവസവും എനിക്ക് ഒഴിവാകാറില്ല. ഇവിടുത്തെ പ്രവർത്തകർ അത്ര നിതാന്ത ജാഗ്രതയുള്ളവരാണ്. എന്തെങ്കിലും കാര്യം ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് മാർഗനിർദ്ദേശം വേണം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഷൂറ ചെയ്തുകൊണ്ട് ഇവിടുത്തെ നല്ലവരായ പ്രവർത്തകർ എല്ലാ ദിവസവും ബന്ധപ്പെടാറുണ്ട്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, കേരളത്തിലെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാരിൽ ഇത്രയേറെ നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശം അപൂർവമാണ് എന്ന് പറയുമ്പോൾ മറ്റു പ്രദേശങ്ങളിലെ നല്ലവരായ സഹോദരങ്ങളെ മറന്നുകൊണ്ടല്ല, രാവിലെയും വൈകുന്നേരവും നിരന്തരമായ ബന്ധങ്ങൾ പുലർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന നല്ലവരായ ജനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഊഷ്മളമായ സ്നേഹത്തിന് അഭിമന്യരായ നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദിനെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാനാവില്ല. ഈ കാലാവസ്ഥയിൽ, ഈ പ്രായത്തിൽ അദ്ദേഹത്തോട് വിശ്രമിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലാത്ത വിധം നമ്മളെ ഓരോരുത്തരെയും പ്രവർത്തനത്തിന്റെ ഏറ്റവും ചൂടുള്ള ചടുല ഭൂമിയിലേക്ക് ഉയർത്തി നിർത്തി രാവും പകലും പ്രവർത്തന സജ്ജമായി നിൽക്കുന്ന ഒരു വാളം ഗുളിക രാവിലെയും വൈകുന്നേരവും കഴിച്ചുകൊണ്ടാണെങ്കിലും ഈ മലയോരങ്ങളിൽ ചുറ്റിക്കറങ്ങി പ്രസ്ഥാനത്തിനും സമുദായത്തിനും രാജ്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന അഭിവന്ദനായ ഖായിദുൽ ഉമ്മ, ഈ സമുദായത്തിന്റെ നേതാവ് എന്ന അപരനാമമുള്ള മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഖായിദുൽ ഉമ്മ, ഈ സമുദായത്തിന്റെ നേതാവ് ബഹുമാനനായ തൊടിയൂർ ഉസ്താദ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അള്ളാഹു ആയുരാരോഗ്യം നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ചുരുക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.